ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങയില കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് മുരിങ്ങയിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണ്ടൊക്കെ മാറ്റി നമുക്ക് കഴുകി വൃത്തിയായിട്ടെടുക്കാം. ഇതിനു വേണ്ടി സാമ്പാർ പരിപ്പും കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വച്ചു. കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. അതായത് സാമ്പാർ പരിപ്പിന് തൊട്ട് മീതെ വെള്ളം നിന്നാൽ മതി. ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ മുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ചെറിയ ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പും ഉള്ളിയും ഇതിനോടൊപ്പം യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ സാമ്പാർ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ താരം മുരിങ്ങയില. മുരിങ്ങയില ഞാനൊരു 3 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് മുരിങ്ങയില എടുക്കരുത്. ഇനി ഈ സാമ്പാർ തിളച്ചെടുക്കുന്നത് കൊണ്ട് ഈ മുരിങ്ങയില ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഏതാണ്ടൊക്കെ വെന്ത് കിട്ടും. ഇനി അത് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഒന്ന് വെന്ത ശേഷം നമുക്കിത് വിളമ്പാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ സാമ്പാർ റെഡിയായി. ഇത് ഇഡ്ഡലിയോടൊപ്പമോ ദോശയ്ക്കോ ചോറിനോടൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കി നോക്കുക. ബൈ.